കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നില്ലേ? അപ്പോൾ ടൂറൊക്കെ എല്ലാവരും പോയി അടിച്ചുപൊളിച്ച് വന്നോ? അപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്യണമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഇവിടെ 2 ദിവസമായിട്ട് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ മഴ പെയ്യുക, കാർമേഘം കൂടുക, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പണികളൊക്കെ അങ്ങോട്ട് ഒതുക്കി വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് ഉമ്മ പറയുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് പോയിട്ട് ചെമ്മീനൊക്കെ ഒന്ന് നേരാക്കി വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മേലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അങ്ങോട്ട് താഴെ വന്നു കേട്ടോ. പിന്നെ ചെമ്മീനൊക്കെ എടുത്ത് വൃത്തിയാക്കി. അപ്പോൾ നല്ല വലിപ്പമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഉമ്മ പറഞ്ഞത് ബിരിയാണി വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് ശരിയാക്കി കഴുകി അങ്ങോട്ട് വെക്കാം. അപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, അതപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഈ ചെമ്മീൻ കുട്ടന്മാരനെ കുറച്ച് മഞ്ഞപ്പൊടിയും എന്താണ് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ കേട്ടോ. പിന്നെ സവാളൊക്കെ എടുത്ത് നമുക്കൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാൻ വെച്ചിട്ടോ കേട്ടോ. അപ്പോൾ അങ്ങനെ സവാളൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ഇനിയിപ്പോൾ അവിടെ കഴുകി വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെ സവാള ഇതൊക്കെ ബിരിയാണിക്കാട്ടോ. അപ്പോൾ ഉമ്മ അവിടെ അരിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 10 സവാളയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയില ആവശ്യത്തിന് നന്നായി കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി വെക്കാം. പിന്നെ അപ്പോൾ ഈ മല്ലിയിലേൻ്റെ കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിന് 2 ചെറുനാരങ്ങ കേട്ടോ. അതൊന്ന് പിഴിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നല്ല ഇതാക്കി വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൊതിനയും കഴുകി അങ്ങോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ വേഗം പൊതിനയൊക്കെ അങ്ങോട്ട് നന്നാക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലേ അതൊക്കെ ഒന്ന് കാണാനും ഒരു രസമാണല്ലേ. ഇനിയിപ്പോൾ അടുത്ത പണി നമുക്ക് ചടപടേന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ചെമ്മീനൊക്കെ അങ്ങോട്ട് വറുത്ത് വെക്കാൻ വെച്ചിട്ടാട്ടോ. അതായത് മുക്കാ വേവ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചു. പാനൊക്കെ നന്നായി അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് ഈ ചെമ്മീനൊക്കെ ഇടാം കേട്ടോ. ചെമ്മീനൊക്കെ ഇട്ട് ഒരു മീഡിയം സൈസ് ആക്കി വയ്ക്കാം. ചെമ്മീനൊക്കെ അങ്ങോട്ട് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം അവിടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെയായിട്ട് പൊരിഞ്ഞ് വരും കേട്ടോ. നമ്മുടെ ചെമ്മീനൊക്കെ റെഡിയായി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഉമ്മ വന്നു ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യം ചെറിയ ഉള്ളി ഇട്ടു. അതിന് മുമ്പായിട്ട് പട്ട, ഏലക്ക, കരയാമ്പൂ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടാണ് ചെറിയ ഉള്ളി ഇട്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ടു കേട്ടോ. പിന്നെ 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് റെഡി ആയി വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരി അങ്ങോട്ട് ഇട്ടു കേട്ടോ അമ്മ. വെള്ളമൊക്കെ അങ്ങോട്ട് തളിച്ചു വരും. അപ്പോൾ നമ്മളിവിടെ ചൂടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്നായത്. പിന്നെ അരിയൊക്കെ അവിടെ ആക്കിയിട്ട് അതൊന്ന് വേഗം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഉള്ളിനൊക്കെ കുറച്ച് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരനെ ഒരു മസാല ആക്കണ്ട അതിനാട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ സവാളൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയില ഇട്ടു, പുതിന ഇട്ടു, 4-5 പച്ചമുളക് ഇട്ടിക്കണു. പിന്നെ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് പിന്നെ തക്കാളിനെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ട് നന്നായി വഴറ്റി ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ചോറ് റെഡി ആയിക്കണം കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്തൊക്കെ അങ്ങോട്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മുളക് പൊടി, അത് നല്ല എരിവുള്ള. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതൊരു 4 ടീസ്പൂൺ ഇട്ടിക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഇതിനൊക്കെ നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റിന്ന് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായി ഇതിനെ ഒരു സിമ്മാക്കി വെച്ചിട്ട് നന്നായി മസാല ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇടാം കേട്ടോ. പിന്നെ അതൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ എല്ലാം ഒന്ന് റെഡിയാക്കുന്ന പരിപാടിയാണ്. ഫസ്റ്റ് ചോറിട്ടു, പിന്നെ ചെമ്മീൻ മസാല ഒക്കെ ഇട്ട്, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി മൊരിയിച്ചൊക്കെ ഇട്ട്, പിന്നെ മേലെ ചോറിട്ട്, പിന്നെ ചെമ്മീനിൻ്റെ മസാല ഇട്ട്, പിന്നെ ഉള്ളി ഇട്ടു, പിന്നെ നമുക്കങ്ങനെ പിന്നെയും ചോറിട്ട് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ എല്ലാം സെറ്റായതിന് ശേഷം
നമുക്ക് ഇതിൻ്റെ മേലോട്ട് കുറച്ച് മല്ലിയില തൂവിയിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദമ്മിടാം. അപ്പോൾ ഈ മേലെ വെച്ച കാലം നല്ല ചൂടാക്കി വെച്ച വെള്ളം കേട്ടോ അതിന് മേലെ വെച്ചേക്കണം. അപ്പോൾ പണിയൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് ഇനി അങ്ങോട്ട് സിങ്ങൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ വേഗം അങ്ങോട്ട് ചടപടേന്ന് എല്ലാ പണികളും അങ്ങോട്ട് കഴിച്ച് വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ വേഗം ചടപടേന്ന് സിങ്ങൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി നമുക്ക് അതൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെക്കാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കന്മാർ ഇടക്കിടക്ക് വരുന്നുണ്ട്, ചോറ് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ എപ്പോഴും പോലെ തന്നെ നമ്മുടെ എന്താണ് എല്ലാവിടെയും കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പുൽത്തൈലം കുറച്ച് ഒന്ന് എല്ലാവിടെയും കൊണ്ട് തുടച്ചെടുത്താലേ നമ്മുടെ ഈച്ചക്കൂട്ടന്മാരൊക്കെ അങ്ങോട്ട് ഓടിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അടുത്തേക്ക് വരില്ല അടുക്കളയിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഈച്ച ശല്യം ഇപ്പോൾ എല്ലാവിടെയും ഉണ്ടല്ലോ അല്ലേ. ചക്ക മാങ്ങാൻ്റെയൊക്കെ സീസണല്ലേ, അപ്പോൾ കുറച്ച് ഈച്ചയൊക്കെ ഉണ്ടാവും. പിന്നെ മഴക്കാലം പിന്നെ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചു കേട്ടോ. പിന്നെ ചോറൊക്കെ വിളമ്പി പിന്നെ കുട്ടികൾക്കും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ചാർ കൊടുക്കാൻ പോവുകയാണ് പറഞ്ഞത്. അപ്പോൾ വരണോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും കുട്ടികളും ചാടി കയറി ഓട്ടോറിക്ഷ കയറി കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ. ഗ്ലാസ്സിലൊക്കെ കണ്ടില്ലേ മഴത്തുള്ളികൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മഴൻ്റെ ഒരു ലക്ഷണവും ഇല്ല, വരണ്ട് കിടക്കുന്ന ഭൂമി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അവിടെ മഴയുണ്ട്, ഇവിടെ എന്താ മഴയില്ല എന്നുള്ളത്. കുറച്ച് നേരം ആയപ്പോൾ നല്ല പച്ചപ്പ്, ആഹാ എന്ത് രസമാണ്. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ആകാശത്ത് നല്ല ഇരുണ്ട് കൂടിയ മേഘങ്ങളൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ മഴ, ഇവിടെയും പെയ്തു മഴ. പിന്നെ ഇനിയും ഉണ്ട് ആകാശത്ത് നല്ല കാർമേഘങ്ങൾ. എനിക്ക് ഇങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ ഇങ്ങനെ മഴ ചടപടാന്നുള്ള സൗണ്ടും വണ്ടീൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടുമ്പോൾ അത് പ്രത്യേക രസമല്ലേ. പിന്നെ ഇപ്പുറത്ത് പാടങ്ങളിലും ഒക്കെ ആകാശത്ത് അങ്ങനെ ഇരുണ്ടുകൂടിയ മേഘങ്ങൾ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കടയിൽ നമ്മുടെ ഞാവൽപ്പഴം കണ്ടു. അപ്പോൾ ഞാവൽപ്പഴം പറഞ്ഞപ്പോൾ ഒരു കുരുക്കുമില്ല കേട്ടോ. അങ്ങനെ കേൾക്കാത്ത മാതിരി ഇരിക്കുന്നു കേട്ടോ. പിന്നെ ആ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെയും പാടങ്ങൾ കൃഷിയിടങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കി നമ്മുടെ അവിടെ നോക്കിക്കേ വരിവരിയിൽ തെങ്ങുകൾ. പിന്നെ ഈ ഇരുണ്ട് കൂടിയ മേഘങ്ങളും മഴയും, നല്ല രസം. പിന്നെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ കർട്ടൻ, അതായത് നമ്മുടെ ഓട്ടോറിക്ഷൻ്റെ കർട്ടനൊക്കെ കിട്ടും നല്ല മഴയൊക്കെ കൂടിയപ്പോൾ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൈയൊക്കെ ഇട്ട് കുറച്ച് കയ്യിൽ വെള്ളമൊക്കെ ആക്കി. അപ്പോൾ ഒക്കെ പറയുന്നത് അപ്പോൾ ഈ കർട്ടൻ ഇടുന്ന മുമ്പ് നിനക്ക് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെയാണല്ലോ. ഇത് കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണമല്ലോ ഇടയിൽ കൂടെ, അതിനാണ്. പിന്നെ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ചടവടേന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നല്ല രസത്തിലിരുന്നു. പിന്നെ കുറേ ദൂരെ എത്തിയപ്പോൾ എനിക്ക് ഞാവൽപ്പഴം മേടിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി കാണും വരക്കും ചാച്ചാ.